നിങ്ങളിപ്പോൾ SSLC പഠിക്കുന്നത്. SSLC എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എക്സാമാണ്. അതിനകത്ത് ഫുൾ A+ മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫുൾ A+ ഒക്കെ മേടിക്കാൻ, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പൊ നമുക്ക് SSLC-നകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ, നിങ്ങൾ 9th ക്ലാസ്സിൽ നിന്ന് 10th ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പല പല മിസ്റ്റേക്സ് ചെയ്യാറുണ്ട്. ആ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ എങ്ങനെ മേടിക്കാം. ആ 10th നിന്ന് നിങ്ങളാണെന്ന് 10th വരുമ്പോൾ നിങ്ങൾ ചില മിസ്റ്റേക്സ് ചെയ്യുമല്ലോ, ആ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ഫുൾ A+ എങ്ങനെ മേടിക്കാം. അപ്പൊ നമുക്ക് മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ മിസ്റ്റേക്സ് ഏതാന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുവാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ അസ്ത്ര ബാച്ചാണ്. അപ്പൊ അസ്ത്ര ബാച്ചിനകത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള SSLC-യുടെ ക്ലാസ്സസ്, റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാം. അപ്പൊ ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സം ടൈംസ് അത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് വെച്ച് എടുത്തു കൊടുക്കാറുണ്ട്, ഡൗട്ട് ക്ലിയറൻസും എടുത്തു കൊടുക്കാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ സബ്ജക്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം റെക്കോർഡ് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ എല്ലാത്തിനും ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ കാണാം. ഇതിന്റെ കൂടെ നമ്മളാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ വേണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ലാംഗ്വേജ് എടുത്തു തരുന്നത്. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. പിന്നെ മോഡൽ എക്സാം സീരീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മെന്റർഷിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈഡൻസും നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറഞ്ഞൊക്കെ പോവാം. അപ്പം അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്കാണെന്ന് മോട്ടിവേഷൻ ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ കമന്റ് ബോക്സിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളെ ലിങ്ക് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ, അതിനകത്ത് കയറി ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പോവാം. അജയും വിജയും. അജയും വിജയും എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളായിരുന്നു. ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അവർ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. സെയിം ബുക്സ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ സെയിം ആയിരുന്നു. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 hour പഠിക്കും. ഒരാളെന്ന് പറഞ്ഞാൽ 3 to 4 hour ആണ് പഠിക്കുന്നത്. നോക്കിക്കേ, റിസൾട്ട് വന്നു കഴിയുമ്പം അജയ്ക്കാണെന്നുണ്ടെങ്കിൽ 50% മാർക്ക് കിട്ടാറുള്ളൂ. പക്ഷെ വിജയ് എങ്ങനെയാണ്? 99.8% അവന് മാർക്ക് കിട്ടുന്നുണ്ട് 10th. അപ്പം ഈ 10th അവന് മാർക്ക് കിട്ടാൻ, ഈ വിജയ് എന്ന് പറയുന്ന കൊച്ചാണെങ്കിൽ 3.3 അല്ലെങ്കിൽ 4 മിനിറ്റ് ഒക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും അവനാണെന്നുണ്ടെങ്കിൽ 99.8% മാർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവനാണെന്നുണ്ടെങ്കിൽ 9th ക്ലാസ്സിനകത്തുനിന്ന് 9th അവനാണെന്നുണ്ടെങ്കിൽ 10th വന്നപ്പം അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തു. ആ മിസ്റ്റേക്സ് അവൻ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് അവൻ എന്ത് കിട്ടിയത്? ഫുൾ A+ അല്ലെങ്കിൽ 99.8% അവന് മാർക്ക് കിട്ടിയത്. അപ്പൊ ഏതൊക്കെയാണ് മിസ്റ്റേക്ക് നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യമേ മാറ്റുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇനി പഠിച്ചാലും A+ കിട്ടുമോ? എനിക്കാണെന്നുണ്ടെങ്കിൽ 9th ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉള്ള കേപ്പബിലിറ്റി എനിക്കുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഡൗട്ട് ഉണ്ടല്ലേ. അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? എനിക്ക് പഠിച്ച A+ കിട്ടും എന്നുള്ളത് നോക്കുക. ഇപ്പൊ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട് താമസിച്ച ഒരാള് സെപ്റ്റംബറിലായിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, അപ്പോഴും നിങ്ങൾ ചിന്തിക്കാം, അയ്യോ എനിക്ക് മാർക്ക് കിട്ടുമോ, ഫുൾ A+ കിട്ടുമോ, ഇത്രയും പഠിപ്പിച്ച് തീർന്നില്ലേ, ഇതൊക്കെ ഇനി എങ്ങനെ പഠിക്കാനാ എന്നുള്ള ചിന്ത ഉണ്ടാക്കി. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും എന്നുള്ള മൈൻഡ് സെറ്റ് ആദ്യം. മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ കീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്റ്റഡിയാണ്. ഈ സ്മാർട്ട് സ്റ്റഡിനകത്ത് നിങ്ങൾ മോസ്റ്റ്ലി എപ്പോഴും ചോദിക്കുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഒന്നാണ് എത്ര സമയം പഠിക്കണം. നിങ്ങൾ എത്ര സമയം പഠിക്കണം എന്ന് പറയുന്നത് മോസ്റ്റ്ലി 3 to 4 hour നിങ്ങൾ പഠിച്ചാൽ മതി. 3 to 4 hour നിങ്ങൾ ടോട്ടലായിട്ട് പഠിച്ചാൽ മതി. ടോട്ടലായിട്ട് പഠിക്കാൻ സമയം കൊടുത്താൽ മതി. 3 to hour-നകത്ത് നിങ്ങൾക്ക് ലെക്ചേഴ്സ് ക്ലാസ്സും ഒക്കെ കാണുന്ന എല്ലാം കൂടി മിസ് ചെയ്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഹോംവർക്ക് എല്ലാ കാര്യങ്ങളുമാണ് ഈ 3 to 4 എന്ന് പറയുന്നത് പറഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണെന്നുണ്ടെങ്കിൽ 3 hour പഠിച്ചാൽ മതി. 4 hour പഠിക്കണമെന്നില്ല. 3 hour നോക്കുക. ഓക്കെ, ടൈം ടേബിൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ചിലരാണെങ്കിൽ മോർണിംഗ് ബേഡ് ആയിരിക്കും, ചിലരാണ് നൈറ്റ് ബേഡ് ആയിരിക്കും, ചിലപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം നിങ്ങൾ മോർണിംഗ് ബേഡ് ആണോ നൈറ്റ് ബേഡ് ആണോ നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാനാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ടൈം ടേബിളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അങ്ങനെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ടൈം ടേബിൾ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുക. അതേപോലെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റില്ലാത്ത ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്തിട്ട് 21 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യുക? 21 ഡേയ്സിനകത്തുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈം ടേബിൾ ആ ടൈം ടേബിളിൽ നിങ്ങൾ സ്ട്രക്ചർ ചെയ്ത് തന്നെ അതിനെ മോഡിഫൈ ചെയ്ത് നിങ്ങൾ അത് നിങ്ങളുടെ ടൈം ടേബിളാക്കി മാറ്റുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അടുത്ത സബ്ജക്ട് വൈസ് സ്ട്രാറ്റജിയാണ്.
പലരാണെന്നുണ്ടെങ്കിലും മാത്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാർക്ക് കുറഞ്ഞു വരാറുണ്ട്. എനിക്ക് മാത്സ് ഭയങ്കര പേടിയാണ്. മാത്സ് എന്ന് പറഞ്ഞാൽ തന്നെ കിളി പോവുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയുള്ള ആളുകളുണ്ട്. ഓക്കെ, ചിലരാണെന്നുണ്ടെങ്കിൽ മാത്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വായിച്ചു പഠിക്കും. മാത്സ് മോസ്റ്റ്ലി ചെയ്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം എഴുതി പഠിച്ച് നമ്മൾ ചെയ്താലാണ് മാത്സിനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഓരോരുത്തരും എങ്ങനെ പഠിക്കണം എന്നുള്ള സ്ട്രാറ്റജി എന്ത് വേണം ആദ്യം തന്നെ ബിൽഡ് ചെയ്യണം. അപ്പം സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ്. സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കണ്ടും ഒക്കെ കളയുന്ന സമയമല്ല. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റീകോള് ചെയ്യേണ്ട സമയമാണ്. ഈ ആക്റ്റീവ് റീകോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നേരത്തെ 3 to 4 എന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് 1 to 2 അവർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആക്റ്റീവ് റീകോളിന് ചിലവഴിച്ചാൽ മതി. 1 to 2 അവർ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി, ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ച് സെൽഫ് സ്റ്റഡി ചെയ്യാൻ കൊടുത്താൽ മതി. വേണം നിങ്ങൾക്ക് അത്രയും മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അവരെങ്കിലും മാത്രമെങ്കിലും പഠിച്ചാൽ മതി, സെൽഫ് സ്റ്റഡി ചെയ്താൽ മാത്രം മതി. മനസ്സിലായോ? ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടൊക്കെ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളത് വായിച്ചു നോക്കി നിങ്ങൾ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി നടത്തണമെന്നുള്ള കാര്യങ്ങൾ, മീൻസ് ആക്റ്റീവ് റീകോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാനാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അത് ഞാൻ കമന്റിനകത്ത് ഞാൻ പിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, അങ്ങനെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ആ ടൈപ്പ് രീതിയിൽ നിങ്ങൾ 1 to 2 അവർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഒരു അവറെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യുക കേട്ടോ. ഒരു അവറെങ്കിലും മാക്സിമം ആയിട്ട് നിങ്ങളെങ്കിലും ചെയ്യണം. ഇപ്പം മിനിമം ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ മിനിമം എന്ന് പറയുന്നതാണ് നമ്മുടെ 1. ഇപ്പം ചിലരാണെന്ന് മടിയന്മാർക്കാണെന്നുകൊണ്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ 1 ആക്കി എടുത്തിട്ട് അത് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് മിനിമം ഇല്ല. ഓക്കെ, ആ ടൈപ്പിൽ നിങ്ങൾ ആക്കിക്കൊള്ളാം. മോസ്റ്റ്ലി നമ്മളാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 2 hour ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളെ പഠിക്കണം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 1 to 2 hour മാത്രം പഠിച്ചാൽ മതി, ഫുൾ A+. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അടുത്ത മിസ്റ്റേക്സ് ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള റിസോഴ്സ് ഫോളോ ചെയ്യും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക്, നിങ്ങൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിനെ ഞാൻ ടിപ്സ് ആക്കി മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത്. എന്താണ് ഫോളോ ലെസ് റിസോഴ്സ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പല ബുക്സും മേടിക്കാറുണ്ടല്ലേ. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിന്റെ മേടിക്കും. ഒരു ഫ്രണ്ട് പറഞ്ഞു ലേബറിന്റെ നല്ലതാ, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലതാന്ന് പറഞ്ഞ് ലേബറിന്റെ മേടിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന്റെ നല്ലതാണെന്ന് പറഞ്ഞ് സ്റ്റുഡൻസിന്റെ ബുക്ക് മേടിക്കും. അങ്ങനെ ചിലരാണെങ്കിൽ പല ബുക്സ് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗൈഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ഗൈഡ് നല്ലതാ, ഇവിടുത്തെ ഗൈഡ് നല്ലതാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ബുക്ക് എന്റെ ശേഖരമായിട്ട് മേടിച്ചു വെക്കും. അങ്ങനെ ബുക്കിന്റെ എല്ലാം ശേഖരം മേടിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പഠിച്ചാലാണോ ഫുൾ A+ കിട്ടുള്ളൂ, ഇതൊക്കെ പഠിക്കണമല്ലോ എന്ന് ഓർത്ത് നിങ്ങളിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലെസ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ലെസ് ആയിട്ടുള്ള ടൈപ്പ് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്സ് മീൻസ് ലെസ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ലെസ് ആയിട്ടുള്ള റിസോഴ്സ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബുക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. 3 ബുക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. 3 ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PYQ എന്ന് പറയുന്നില്ല ഞാൻ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. PYQ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ബുക്ക് വേണം. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ PYQ ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതവണ PYQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നിങ്ങളുടെ സിലബസ് മാറ്റി. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് PYQs ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് സിലബസിനകത്ത് വരുന്നത് കവറേജ് വരുന്നതാണ്. അപ്പം അതിനകത്ത് വരുന്നതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ PYQനകത്ത് വരും. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്ക് ഓർണം നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മേടിക്കാം. ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് എല്ലാത്തിനകത്ത് സെയിം തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേണ്ടതാണ് നമ്മുടെ SCERT ടെസ്റ്റ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്ലേ, ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, അടുത്ത മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നോട്ട്ബുക്കാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, ഒരു നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന നോട്ടായിരിക്കും. നിങ്ങൾ തന്നെ എന്താ ഉണ്ടാക്കണം, അവിടെ നോട്ട് ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ അവിടെ എന്ത് ചെയ്യണം, നോട്ട് ഉണ്ടാക്കണം. അവിടെ നിങ്ങളുടെ നോട്ട്സ് ആണ്, നിങ്ങളുടെ നോട്ട് സെൽഫ് നോട്ടാണ്. സെൽഫായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ട്സ് വേണം എവിടെ കൊടുക്കാൻ, അവിടെ കൊടുക്കണം. അപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യം പഠിച്ചു കഴിയുമ്പം ഇത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആ നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കുക. അതെല്ലാ സബ്ജക്റ്റിനും മിക്സ് ആക്കി എഴുതി വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് രീതിയിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് എഴുതണം കേട്ടോ. മിക്സ് ആക്കി എഴുതുന്നത് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിന്റെ ആദ്യം എഴുതി അതിനുശേഷം അടുത്ത ചാപ്റ്റർ, അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആ ടൈപ്പ് രീതിയിൽ നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോട്ട് ഉണ്ടാക്കണം. ഓക്കെ, അടുത്ത റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക്.
റൈറ്റിംഗ് ആൻഡ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ചെയ്യുന്നില്ല. പലരാണെന്നുണ്ടെങ്കിൽ വായിച്ചു പഠിക്കും മാത്രം. അതെന്ന് പറഞ്ഞാൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പം റൈറ്റ് ചെയ്യാതെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാതെ റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ റൈറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം നമ്മൾ എക്സാം എന്ന് പറഞ്ഞ് എഴുത്ത് പരീക്ഷയാണ് അല്ലെ. നമ്മുടെ എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റിംഗ് പലർക്കും സ്പീഡില്ല. നിങ്ങൾക്ക് അയ്യോ എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട്, ഇതെല്ലാം അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. എനിക്ക് ആ ക്വസ്റ്റൻ അറിയാമായിരുന്നു, എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. എസ്പെഷ്യലി വരുന്ന മലയാളത്തിനൊക്കെയാണ്. മലയാളത്തിന് മോസ്റ്റ്ലി വരാറുണ്ട്, ഇംഗ്ലീഷിന് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സബ്ജക്റ്റിന് വരാറുണ്ട്. ലാംഗ്വേജ് പേപ്പേഴ്സിൽ മോസ്റ്റ്ലി വരും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചില സബ്ജക്റ്റിന് ഫിസിക്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വരാം. യുനോ അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുപോലെ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡിവിഷന് പകരം ഇൻഡ് ചെയ്ത് വെക്കും, മൈനസിന് പകരം ചിലപ്പോൾ പ്ലസ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയുള്ള കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മോസ്റ്റ്ലി നിങ്ങളപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പം ഇതുവരെ ടേബിൾ അറിയില്ലെങ്കിൽ, 9th ടേബിൾ അറിയില്ല, അതൊക്കെ പഠിക്കുക. 9th വരെ ടേബിൾ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, ആ ടേബിൾസ് ഒക്കെ നിങ്ങൾ പഠിക്കുക. അതൊക്കെ നിങ്ങൾ പഠിച്ചെടുത്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ. ദെൻ കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ചു, അപ്പൊ നാളെ അയ്യോ ഇന്ന് പഠിച്ചില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ നാളെ പഠിക്കണ്ട. ഇനി പിന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പഠിക്കുന്ന എപ്പോഴായിരിക്കും, എക്സാമിന്റെ ഒക്കെ ടൈമിലായിരിക്കും. ടീച്ചർ ആണെങ്കിൽ നാളെ ടെസ്റ്റ് പേപ്പർ നടത്തുന്നുണ്ട്, അപ്പോൾ ടീച്ചർ പറയും എല്ലാവരും പഠിച്ചോണ്ട് വന്നെന്ന് പറയുമ്പോൾ ഓടി പഠിച്ചാൽ പഠിക്കും. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളതിന് ഒരു കൺസിസ്റ്റന്റ് എല്ലാ ദിവസവും, ഞാൻ പറഞ്ഞല്ലേ, ഒരു മണിക്കൂറെങ്കിലും മടിയനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആയിട്ട് നിങ്ങളുടെ 1 മണിക്കൂർ ആക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിമം ആയിട്ടുള്ള ടൈം 1 അവർ ആക്കുക. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ 2 അവർ ആണ് ഏറ്റവും നല്ലത് മാക്സിമം ഞാൻ പറയുന്നത്. മടിയന്മാർക്ക് ഇച്ചിരി കൂടി നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ 2 അവർ പഠിക്കുക കേട്ടോ. ദെൻ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അവസരമൊന്നും നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ലൈഫായിട്ട് ഭയങ്കര ഡിഫറൻസാണ്. 10th എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള നല്ല ടൈമാണ്. അപ്പം അത് എൻജോയ് ചെയ്യണം. അന്ന് പറഞ്ഞുകൊണ്ട് പബ്ജി കളിക്കാനും ഗെയിംസിനകത്തുള്ള ഫോൺ ഉപയോഗിച്ചുള്ള ഗെയിംസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുട്ബോൾ കളിക്കണം, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം, അതെല്ലാം കളിക്കണം കേട്ടോ. അങ്ങനെ കളിച്ചാൽ മാത്രമേ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എനർജറ്റിക്കോടെ നല്ലപോലെ പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം അതിനുള്ള ഒരു സന്തോഷമൊക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മളെ ആ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക ആ ടൈപ്പ് രീതിയിൽ. പക്ഷെ എന്ത് ചെയ്യുക, നോ ഫോൺസ്. ഓക്കെ കേട്ടോ. ദെൻ അതുപോലെ തന്നെയാണെന്നുണ്ട് പലരും എക്സാംസ് ഒക്കെ വരുമ്പോൾ, എക്സാം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണ് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ചാപ്റ്റർ വൈസ് ഒക്കെ നടത്തി വരും. അപ്പം അപ്പോഴാണ് പലർക്കും പനി വരുന്നത്. അപ്പൊ ആ പനിയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. പനി എന്ന് ഉദ്ദേശിച്ചാൽ അയ്യോ ടീച്ചർ അമ്മനെ കൊണ്ട് വിളിച്ചു പറയും, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് വിളിച്ചു പറയും, കൊച്ചിന് പനിയാണ് ഇന്ന് വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയിപ്പിക്കില്ലേ, ആ പനിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാതിരിക്കാനുള്ള ഒരു അടവാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പം ആ അടവ് കൂടുതൽ പഠിച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. അപ്പം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് പേപ്പേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യരുത്. കാരണം നിങ്ങളത് പഠിച്ചില്ലെങ്കിൽ പോലും എഴുതുക. ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു മാർക്ക് കിട്ടും. ചിലപ്പോൾ കിട്ടിയെന്ന് എഴുതിക്കും, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടി. പക്ഷെ നിങ്ങളെക്കാളും പഠിച്ച ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും കുറവ് മാർക്കാണെങ്കിൽ എനിക്ക് ആലോചിച്ച് നോക്കി. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ ഇത്രയെങ്കിലും ഞാൻ പഠിച്ചിട്ടില്ലാതെ പോലും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കിട്ടി, അപ്പൊ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിലും നല്ല മാർക്ക് കിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടാണ് മാർക്ക് കിട്ടിയില്ലേ, ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ലേ, ഞാൻ പഠിച്ചാലും എനിക്ക് ഇതിലൊക്കെ നല്ല മാർക്ക് കിട്ടില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ മോട്ടിവേഷൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പം നിങ്ങളത് എന്ത് ചെയ്യരുത്, ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെസ്റ്റ് പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നിങ്ങൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ്. അപ്പം എല്ലാ എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ അവോയ്ഡ് ചെയ്ത് ഫുൾ എ പ്ലസ് മേടിക്കുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിനകത്ത് കാണാം.